ശ്രോതാക്കൾ ഏവർക്കും ഇസ്ലാമിന്റെ സമാധാനാഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഖിലം പടച്ചു പരിപാലിക്കുന്ന സർവശക്തനും സർവേശ്വരനുമായ അവന്റെ അടിയാറുകളായ മാനവരാശിക്ക് അനേകായിരം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം വരെ ഓരോ കാലഘട്ടത്തിലെ ജനതയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി അനുഗ്രഹങ്ങൾ സദാ വർഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇക്കൂട്ടത്തിൽ പടച്ചവന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന സമൂഹമാണ് ഉമ്മത്തെ മുഹമ്മദിയ. അവർക്ക് നൽകിയ നിഅമത്തുകൾ എണ്ണിത്തിട്ടപ്പെടുത്തൽ അസാധ്യമാണ്. എന്തിനേറെ പറയണം, ആ പ്രവാചകന്റെ അനുയായികൾക്ക് തന്നെ വിലമതിക്കാനാവാത്ത അനുഗ്രഹമാണ്. കാരണം തന്റെ അനുയായികൾക്ക് വേണ്ടി ജീവിച്ച പ്രവാചകൻ പാവപ്പെട്ടവരുടെ പട്ടിണിയകറ്റിയ മഹാന്മാരുടെയും മഹതിയുടെയും ഒത്താണിയായി ജീവിച്ച മഹാമനുഷ്യൻ അക്രമത്തിന്റെയും അന്ധകാരത്തിന്റെയും കീഴാളിപ്പെടുത്തി പഠിപ്പിക്കുകയ ആ നൂറ്റാണ്ടിലെ കാട്ടറബികൾക്ക് വിഷയമോചനത്തിന്റെ മോചകൻ കള്ളും പെണ്ണും കൊള്ളയും കൊലയുമായി നടന്നവർക്ക് ആത്മസംസ്കരണത്തിന്റെ അതിരുടെ പാഠം പഠിപ്പിച്ച അധ്യാപകൻ മദീനയിലെ കിരീടം വെക്കാത്ത രാജാവ് ഒരേ സമയം ഭരണാധികാരിയായും ഉത്തരവുകളിൽ സൈന്യാധിപനായും കോടതിയിൽ ഒരു ഖാദിയായും അതേസമയം 9 വീടുകളിൽ സ്നേഹസമ്പന്നനായ ഒരു കുടുംബനാഥനായും ജീവിച്ചു കാണിച്ചെന്ന പരിശുദ്ധ ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഒരു ഭാഗത്ത് രാഷ്ട്രീയ നീക്കങ്ങളും യുദ്ധങ്ങളും നടക്കുമ്പോഴും മറുഭാഗത്ത് തന്റെ അനുയായികളെ സംസ്കരിക്കാനും പേരക്കിടാങ്ങൾക്കൊപ്പം കളിക്കാനും സമയം കണ്ടെത്തിയ മാതൃകാ പുരുഷൻ. നാസ്തികരെ, ആരെയാണ് നിങ്ങൾ വിമർശിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ശ്രീലംബടെ എന്ന് വിളിക്കുന്നത്? അന്ന് മക്ക ഖുറൈശികളുടെ തങ്ങളുടെ മുന്നിൽ വന്ന് എന്താണ് താങ്കൾക്ക് വേണ്ടത്? മക്കയിലെ ഏറ്റവും മുന്തിയ വാഹനമാണോ? വിലമതിക്കാനാവാത്ത മണ്ണാണോ? അതോ സുന്ദരികളായ സ്ത്രീകളെയാണോ? സർവ്വതും സമർപ്പിക്കാൻ സന്നദ്ധരായപ്പോ അവിടുന്ന് പ്രവാചകൻ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഈ കാണുന്ന സൂര്യന്റെ വലം കൈയിലും ചന്ദ്രന്റെ ഇടം കയ്യിൽ വെച്ച് നീ പ്രബോധനം ഉപേക്ഷിക്കാൻ പറഞ്ഞാലും ഞാൻ ഇത് ഉപേക്ഷിക്കുകയില്ലെന്ന് ധീരമായി പ്രഖ്യാപിച്ച പ്രവാചകന് സ്ത്രീയാണ് വേണ്ടതെങ്കിൽ അതങ്ങ് പണ്ടേ ആവാമായിരുന്നു. ആരെയാണ് നിങ്ങൾ ഭ്രാന്ത് എന്ന് വിളിക്കുന്നത്? അങ്ങ് മദീനയിലേക്ക് ഹിജ്റ പോകാൻ പടച്ചവന്റെ കൽപ്പന വന്നപ്പോ മദീനയുടെ എതിർദിശയുള്ള സൗർഗോയിൽ 3 ദിവസം താമസിച്ച് ശത്രുക്കളെ വട്ടം കറക്കിയ തന്ത്രശാലിയാണ് ഞങ്ങളുടെ പ്രവാചകൻ. നാസ്തികരെ, നിങ്ങൾ ആരെയാണ് ക്രൂര എന്ന് വിളിക്കുന്നത്? നിങ്ങൾ പഠിക്കുന്ന ഭൗതിക ശാസ്ത്രം ഭക്ഷ്യത്തിലെ കാൽസ്യവും കലോറിയും എത്രയെന്ന് പഠിപ്പിക്കുമെങ്കിൽ ആ ഭക്ഷ്യത്തിൽ അല്പം വെള്ളവും ചേർത്ത് നിന്റെ അയൽവാസിയെയും പരിഗണിക്കണമെന്ന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വചനം പഠിപ്പിക്കാൻ ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിയൂ. നിങ്ങൾ ഈ കാണുന്ന ആരോപണങ്ങൾ അയച്ചുവിടുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഭീരുക്കളല്ല ഈ അനുയായികൾ. ഞങ്ങളുടെ ചരിത്രത്തിൽ പോലും ഭീരുത്വമില്ല. അന്ന് ബദറിൽ മുമ്പ് യുദ്ധാഹാനത്തിന് മടിച്ച നബിയോട് ബനൂ ഇസ്രായേൽ മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല നബിയെ, താങ്കൾ കൽപ്പിച്ചാലും ഈ കാണുന്ന മലമുകളിലേക്ക് വരലിന് കയറാനാണോ ഞങ്ങൾ തയ്യാറാണ്. അതല്ല സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഓടിടാനാണോ? അത് ഞങ്ങൾ സന്നദ്ധരാണെന്ന് പ്രഖ്യാപിച്ച സഹാബത്തിന്റെ രക്തമാണ് ഞങ്ങളുടെ സിരകളിൽ ഓടുന്നത്. അങ്ങ് റുസ്തമിന്റെ സദസ്സിൽ തീന്മേശയിൽ വീണ ഭക്ഷണം എടുത്തു കഴിച്ചതിൽ ആക്ഷേപിക്കപ്പെട്ടപ്പോ ഈ കാണുന്ന പമ്പര വെഡ്ഡികൾക്ക് വേണ്ടി എന്റെ ഹബീബിന്റെ സുന്നത്ത് ഞാൻ ഉപേക്ഷിക്കണമോ എന്ന് ഗർജിച്ച യാസാറിന്റെയും രക്തമാണ് ഞങ്ങളുടെ സിരകളിൽ ഓടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ആവനായിലെ അവസാനത്തെ അസ്ത്രം തീർന്നതുവരെയും ഞങ്ങളുടെ തൊണ്ടക്കുയിൽ അവസാനത്തെ ശ്വാസം നിലക്കുന്നതുവരെയും ഞങ്ങളുടെ പ്രവാചകന്റെ രോമത്തിൽ തൊടാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട യുക്തിവാദികളോട്, നിങ്ങൾ പ്രവാചകനെ വിമർശിക്കുന്നതിന് മുമ്പ് ചരിത്രം പഠിക്കുക. പ്രവാചകനെ പഠിച്ചവരാരും തങ്ങളെ വിമർശിച്ചിട്ടില്ല, തങ്ങളെ വിമർശിക്കുന്നവരും പഠിച്ചിട്ടുമില്ല. അതുകൊണ്ട് എന്നെ മറികടക്കാതെ പ്രവാചകനെ തൊടാൻ കഴിയില്ല എന്ന ഹംസ റളിയല്ലാഹു അൻഹു വചനങ്ങളെ മുദ്രാവാക്യമായി മുറുകെ പിടിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ